ഹായ്, എൻ്റെ പേര് സ്മേരിഷ. ഞാൻ 2023-24 ഇയറിലെ തലശ്ശേരി ബ്രില്യൻറ്റിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. അപ്പം ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ബ്രില്യൻ്റ് ഒരു ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടീച്ചേഴ്സിനും കുട്ടികൾക്കും എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും ക്യാമ്പസ് നമ്മുടെ തലശ്ശേരിയിൽ വർക്കൗട്ട് ആവുക എന്നതിൽ. അപ്പം ഞാൻ +2 കഴിഞ്ഞ ഉടനെ തന്നെ ഒരു തീരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്തായാലും നല്ലൊരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ ചെന്ന് നീറ്റ് റിപ്പീറ്റ് ചെയ്യണം എന്നതായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ബ്രില്യൻ്റ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പാലയിൽ പോകണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ആ സമയത്ത് തലശ്ശേരി തുടങ്ങിയ കാര്യം ഞാൻ അറിയുന്നില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ചേർന്നു, അതുവഴിയാണ് ഞാൻ തലശ്ശേരി ക്യാമ്പസിലേക്ക് വരുന്നത്. ഇപ്പം തലശ്ശേരി ക്യാമ്പസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ്. അധികം ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാത്ത നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. ഏതൊരു കുട്ടിക്കും പഠിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ട്. ഇപ്പം എൻ്റെ ക്ലാസ് ടീച്ചർ ആയിരുന്നത് രോഹിത് സാർ ആയിരുന്നു. രോഹിത് സാറാണെങ്കിൽ നമ്മളെല്ലാവർക്കും നല്ല സപ്പോർട്ടായിരുന്നു. നമ്മുടെ പാരൻസിനോട് അവരെങ്ങനെ പഠിക്കുന്നുണ്ടോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ എൻട്രൻസിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി തൻ്റെ പഠനത്തിനോട് എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു, അത് എത്ര ചെറിയ എഫേർട്ട് ആണെങ്കിൽ കൂടി അവർ വലിയൊരു വാല്യൂ ആണ് തരുന്നത്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അവരിൽ ആകർഷിച്ചൊരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കുട്ടി 1 മണിക്കൂർ പഠിക്കുന്നു ഒരു ദിവസം, അടുത്ത ദിവസം ആ കുട്ടി 1 മണിക്കൂർ 5 മിനിറ്റ് കൂടുതലായിട്ട് പഠിക്കുന്നു. അപ്പോൾ ആ കുട്ടി എടുത്ത ആ ഒരു ചെറിയൊരു എഫേർട്ട് ആണെങ്കിൽ കൂടി ബ്രില്യൻറ്റിൽ ഓരോ ടീച്ചേഴ്സും മെൻറ്റേഴ്സും എല്ലാവരും അതിന് വലിയൊരു സപ്പോർട്ടാണ് നൽകുന്നത്. അവർ കുട്ടിയുടെ ഏറ്റവും ചെറിയൊരു എഫേർട്ട് ആണെങ്കിൽ കൂടി അതിനൊരു വാല്യൂ വരുന്നുണ്ട്. അത് ഏറ്റവും വലിയ മോട്ടിവേഷനാണ് നമുക്ക് ഓരോ ടഫായിട്ടുള്ള സബ്ജക്റ്റൊക്കെ പഠിച്ചെടുക്കാനായിട്ടുള്ള. ഞാൻ എൻ്റെ +1 +2 ലൈഫിനേക്കാളും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് പഠിച്ചത് ബ്രില്യൻറ്റിൽ നിന്നായിരുന്നു. കാരണം നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിൽ അത് എത്രത്തോളം ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റുന്നോ അത്രത്തോളം ജോയ്ഫുൾ ആയിരിക്കും നമുക്ക് ആ പഠനം എന്ന് പറയുന്നത്. ആ ഒരു ഡീപ്നെസ്, നല്ല കോൺസെപ്ച്വലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചതും ഞാൻ ആസ്വദിച്ച് പഠിച്ചതും ബ്രില്യൻറ്റിൽ നിന്നാണ്. കൂടാതെ ഇത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്തായാലും പഠിച്ചു പോകും ആ ഒരു ആംബിയൻസിൽ. ഓരോ ടീച്ചറും തൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥിക്ക് നല്ലൊരു ഫ്യൂച്ചർ കിട്ടണം, ഭാവിയിൽ തൻ്റെ ബെസ്റ്റ് താൻ എടുത്ത പ്രൊഫഷന് കൊടുക്കാൻ പറ്റണം. അങ്ങനത്തെ ആ ഒരു കോൺസെപ്റ്റിലാണ് അവർ ക്ലാസ് എടുക്കുന്നത് പോലും. ക്ലാസ് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നമുക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്ന ക്ലാസ്സസ് ആയിരുന്നു. ടീച്ചേഴ്സ് ആണെങ്കിൽ ഫ്രണ്ട്ലി ആണ്. അതേ സമയത്ത് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാനും അവർ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇനി എൻട്രൻസ് ചൂസ് ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ബ്രില്യൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിലുടനീളം നമുക്ക് ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസ് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് കുറേ ദൂരെ പോയി പഠിക്കണമല്ലോ, അങ്ങനത്തെ യാതൊരുവിധ പേടിയോ വെപ്രാളോ അതൊന്നും നമുക്ക് ആവശ്യമില്ല. കാരണം എല്ലാ ജില്ലകളിലും ഇപ്പോൾ ഏകദേശം ബ്രില്യൻറ്റ് അവരുടെ ക്യാമ്പസ് സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പം ഇനി വരാൻ പോകുന്ന എൻട്രൻസ് ചൂസ് ചെയ്ത് വരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും റിസൾട്ട് ഉള്ളെടുത്ത് പഠിക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഇപ്പം നമ്മളെ കേരളത്തിലോ അല്ലാതെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബ്രില്യൻറ്റിൽ പഠിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.